എൻ്റെ പേര് ഡോക്ടർ രാജൻ. ഞാൻ ജോസ്കോ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ലാപ്രോസ്കോപ്പി സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഇതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് നമ്മളുടെ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണല്ലോ കൗമാരക്കാരിലുള്ള അമിത രക്തസ്രാവം. അതായത് മാസമുറ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ഒരു 3 വർഷം അല്ലെങ്കിൽ ഒരു 4 വർഷം കാണുന്നത് കോമൺ ആയിട്ട് കണ്ടുവരുന്നതും വളരെ അമ്മമാരെയും കുട്ടികളെയും വളരെ അലോസരപ്പെടുത്തുന്നതുമായിട്ടൊരവസ്ഥയാണ് അമിത രക്തസ്രാവം ഈ ഒരു പീരീഡിൽ. അപ്പോൾ ഇതിനുള്ള കാരണങ്ങൾ എന്താണ്, അതിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്ത് അതിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതിന് ഏറ്റവും കൂടുതൽ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കൗമാരപ്രായത്തിൽ, അതായത് മാസമുറ തുടങ്ങുന്ന ഒരു ആദ്യത്തെ 1 വർഷം ഏത് തരത്തിലുള്ള ബ്ലീഡിങ്ങോ എത്ര കൂടുതൽ ബ്ലീഡിങ് ആയാലും അത് നോർമലായിരിക്കും. ബിക്കോസ് അതിൻ്റെ കാരണം തന്നെ നമ്മളുടെ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറാണല്ലോ. ഈ തലച്ചോറും അണ്ഡാശയവും തമ്മിലൊരു ബന്ധം, അതൊരു ഹോർമോൺ വഴിയുള്ളൊരു കണക്ഷനാണുള്ളത്. ബ്രെയിനിലുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡും നമ്മുടെ അണ്ഡാശയ ഗ്ലാൻഡും തമ്മിലുള്ള ഈ ഒരു ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ആക്സിസ് ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് എടുക്കുന്ന സമയത്താണ് നമുക്ക് ഈ പെൺകുട്ടികളിൽ, അതായത് മാസമുറ വന്നിട്ടുള്ള ആദ്യത്തെ കുറച്ച് നാളുകളിൽ അമിത രക്തസ്രാവം കാണുന്നത്. അത് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അങ്ങനെ ഉള്ളവർക്ക് നമ്മൾ രക്തം പരിശോധിച്ച് നോക്കുക. സാധാരണ രീതിയിലുള്ള രക്തസ്രാവമാണെങ്കിൽ അത് ആദ്യത്തെ 1 വർഷത്തിനുള്ളിൽ വരുന്നതാണെങ്കിൽ ഒരു ചികിത്സയുടെയും ആവശ്യമില്ല. എന്നാൽ അത് കണ്ടമാനം കൊണ്ട് അവരുടെ രക്തത്തിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ്. അങ്ങനെയുള്ള അവസ്ഥകളിലാണെങ്കിൽ നമുക്ക് അവർക്ക് അയൺ ഗുളികകൾ കൊടുക്കാം. പിന്നെ കണ്ടമാനം ഉണ്ടെങ്കിൽ നമുക്ക് ഡോസ് കുറഞ്ഞിട്ടുള്ള ഹോർമോൺ ട്രീറ്റ്മെൻറ്റുകളും അവർക്ക് കൊടുക്കാവുന്നതാണ്.